ഹായ് അമ്മാവാ. PA പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് അല്ലേ? അതെ. ഇതെന്താടി ഈ ആ കെയർ മാത്രമേ ഉള്ളല്ലോ. ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. എവിടേക്കാ? താഴത്തുനിന്ന് അപ്പുറത്തേക്ക്. ഞങ്ങൾ അപ്പുറത്തെ ഫ്ലാറ്റിൽ പുതിയതായിട്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിക്കാൻ വന്നതാ. ഓ അത് ശരിയാവില്ല മോളെ, അത്ര ശരിയല്ല. മോള് പോയിക്കോ. ഏയ് ശരിയാവില്ല. ചോർത്തുള്ള അമ്മാവാ ഞാൻ വിട്ടത് ആ കേസോടെ അടങ്ങിയിടാ. പിള്ളേച്ച പ്രൊഫഷണലിസം വേണം. പിള്ളേച്ച പ്രൊഫഷണലിസം. വർക്കില് ശത്രു മിത്രമൊന്നും ഇല്ല പിള്ളേച്ച. അത് കറക്റ്റ് പിള്ളേച്ച. ജാക്കി എന്ന ശത്രുവിനെ മാത്രമേ അറിയൂ. കേട്ടിട്ടില്ലേ? അല്ല പിള്ളേച്ച, അവൻ പറഞ്ഞാലും കാര്യമുണ്ട്. കാര്യം ആ നേഴ്സുകളെ നമ്മുടെ ശത്രുവാണെങ്കിലും വർക്കിൽ നമ്മളത് കാണിക്കാൻ പാടില്ല പിള്ളേച്ച. നീ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ഞാൻ പറയാനുള്ള. എന്തുവാടി ഇത്? എന്തൊരു കഷ്ടം. എനിക്കറിയാൻ പാടില്ല. മോളൂസ്, നിങ്ങളുടെ വർക്ക് ഞാൻ എന്റെ പിള്ളേരെ ഏറ്റെടുത്തിരിക്കുന്നു. ഇവിടെ പാടി അവിടെ കാര്യം. അല്ല എന്റെ ഷിഫ്റ്റിങ്ങിന് ആര്? ഇവന്മാരോ? ഈ വായി നോക്കിയുള്ളൂ. എന്റെ കർത്താവ്, ഇവന്മാര് ദൃഷ്ടി വിട്ടാ മതി. എപ്പോ പേര് ദോഷം കിട്ടും ചോദിച്ചാ മതി. മാറിനിക്കോ കൊച്ചെ. എന്റെ ദൃഷ്ടി പതിഞ്ഞ് പേര് ദോഷം വന്ന് എത്ര പേരുണ്ടല്ലോ ഇതിന്റെ തറവാട്ടിൽ. നിന്നെ നിന്റെ കെട്ടി വിട്ടിട്ട് പോയത് കണക്കായി പോയി. You stupid, you rascal. വിട കൊച്ചെ. ABC മോനെ പോടാ. അതെ, അപ്പത്തെ പിള്ളേച്ചനും ദിവസത്തോളം തമ്മിൽ പൊരിഞ്ഞടിയാട്ടാ. ഇന്ന് വല്ലതൊക്കെ സംഭവിക്കും. രണ്ടുപേര് തമ്മിൽ തല്ലുന്ന കണ്ട് ആഹ്ലാദിക്കുന്നത് ശരിയല്ല സൂസമ്മേ. നിനക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് സുഖമാണ് കിട്ടുന്നത്? ഒന്ന് പോ മനുഷ്യ. നിങ്ങൾക്ക് ഈ വചന പുസ്തകം വായിച്ചിട്ട് എന്തൊരു സുഖ കിട്ടണേ? എനിക്ക് ആധ്യാത്മിക ഉണർവും ഉന്മേഷവും കിട്ടുന്നുണ്ട്. ഈ പറഞ്ഞ സുഖം എനിക്ക് കിട്ടണത് ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ്. അതില്ലാണ്ടാക്കി നിങ്ങൾക്ക് എന്താ കിട്ടണേ? ഭാര്യയുടെ സംതൃപ്തിയാണ് ഭർത്താവിന്റെ സംതൃപ്തി. ഫോൺ എവിടെ വെച്ചേക്കണേ? റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാം. ഒരു റേർ സീനാ. ഒരു പണി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് നിന്റെ ഒരു വിശപ്പ്. ഒന്ന് പോ കൊച്ചേ. പശുവിന്റെ കടി മാറിയിട്ടല്ലേ മോളെ കാക്കയുടെ വിശപ്പ്. എന്നിട്ട് പ്രൈസ് ലോർഡ്. അവളുടെ ഓഞ്ഞ ഒരു ഇംഗ്ലീഷ്. ഈ 10 കൊല്ലമല്ലാണ്ട് നീയൊക്കെ കാനഡയ്ക്ക് IAS ആയിരിക്കുന്നു. നീ ഒന്നും കാനഡയിൽ പോയിട്ട് കാലിഫോർണിയയിലേക്കും പോകത്തില്ല. ഞാൻ IELTS എഴുതും, കാനഡയിലേക്കും പോവും. നിന്റെ സഹായം വേണം. ചുമട്ടുകാരനാണല്ലേ? അല്ല, PA പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. നേഴ്സാണല്ലേ? അല്ല, ഗവർണറാ. ഓ, അപ്പം പണിയൊന്നുമില്ല. നിനക്കൊക്കെ കലാപരമായിട്ട് വലിയ കഴിവുണ്ട്. നിന്നൊക്കെ ആരെങ്കിലും അറിയൂ? നീയൊക്കെ കണ്ണു മുഴുവൻ നിന്നാണല്ലോ. ഞാൻ എങ്കിൽ കലാപരമായിട്ട് കഴിവുള്ള തള സ്വന്തമായിട്ട് സാധനം ചുമന്ന് നോക്കിയിട്ട് എന്റെ സാധനങ്ങൾ എടുക്കാൻ നിന്റെ സഹായം വേണ്ട. അതിന് PA പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ് ഉണ്ട്. നീയും നല്ല തെണ്ടി. PA പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. വെപ്പും കുതികാൽ വെട്ടും കുത്തിത്തിരിപ്പും കൈ മുതലാക്കിയ പൗലോ തോളിൽ ചാരി നിന്ന് ചാരവൃത്തി വൃത്തിക്ക് ചെയ്യും വൃത്തി കെട്ടൊരു പൗലോ. Yes, PA പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. തല്ലി ഒഴുകി വിളിച്ച പണിയെടുത്ത് ചെയ്യണേ. എന്തോടി, ഈ നാട്ടിൽ ഈ ഒരു പേര് മാത്രമേ ഉള്ളൂ, PA പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. രണ്ടില്ല മോളെ, ഒന്നേ ഉള്ളൂ. ഞങ്ങളാ ഒറിജിനൽ. അതായത് പൗലോ അസോസിയേറ്റ് പാക്കേഴ്സ് ആൻഡ് മൂവേഴ്സ്. ഇവൻ
ആരാണെന്റെ പിള്ളച്ചിനെ തെരുവനെ വെട്ടി അവന്റെ തലെടുത്ത് ആരാണെന്റെ വിചാരം എന്നെ വിടാൻ പറഞ്ഞില്ല പട്ടി പോവൂലോ അവന്റെ കുടലെടുത്ത് എനിക്ക് മാല തരണം അവനെ അവനെ നിന്നെ എടുത്തോളാം നാറി പിന്നെ ചാർജർ വിളിക്കുന്ന നേരമായോ ഡീ എന്റെ ചാർജറും ചാർജർ ഒന്നും ഇവിടെ ഇല്ലടി. ഡീ ഇവിടെ വല്ല ശരിയാവോ? പിന്നെ അപ്പുറത്ത് നല്ല ചുള്ളന്മാരൊക്കെ ഉള്ളല്ലേ, നല്ല vibe ആയിരിക്കും. ഓ പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കണം. കിച്ചണും ബാത്റൂം വൃത്തിയായി സൂക്ഷിക്കണം, അതെനിക്ക് നിർബന്ധം. പിന്നെ മദ്യപാനം, പുകവലി അതിവിടെ അനുവദിക്കില്ല. പാട്ടും കൂത്തും കറങ്ങി നടത്തും ഇവിടെ നടക്കില്ല. പിന്നെ ഞാനൊരു IELTS സ്റ്റുഡന്റ് ആണ്, എനിക്ക് പഠിക്കണം. ആന്റി പഠിച്ചു, അതിനിത്തിരി മനസ്സമാധാനം വേണോന്ന്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, അപ്പുറത്ത് 3 എണ്ണം കെട്ടവന്മാരുണ്ട്, അവിടെ എങ്ങാനും പോയി കൊഞ്ചാനും കോഴയാൻ നിന്ന ഞാനങ്ങനെയൊന്നുമല്ല. പറഞ്ഞ് നാക്കെടുത്തില്ല. ചേട്ടായി ഞാൻ പിന്നെ വിളിക്കാം രാത്രി. പുറത്തുനിന്ന് ആരെയും അനുവദിക്കില്ല. ആന്റി നീ പുറത്തു പോവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ. നാട്ടിലെ പോലെ ഇവിടെ കറങ്ങി നടക്കണ ഭാവച്ച ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ച് പറയും. എന്റെ കൈക്ക് വെറുതെ പണി ഉണ്ടാക്കി വെക്കരുത്, കേട്ടല്ലോ? എന്താ ഇത്? എന്തുവായത്? കോപ്പിലത്തെ കുറെ നിയമങ്ങള്. ദേവിടെ പ്രശ്നം ഒന്നും ഉണ്ടാക്കില്ല പ്ലീസ്. എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവരപ്പം തന്നെ വീട്ടിൽ വിളിച്ച് ആകെ സീനാക്കും. പിന്നെ എനിക്ക് ആ തള്ള പറയുന്ന കേട്ടിട്ടാ, തള്ള IELTS പഠിക്കുന്നത് എന്തിനാണോ എന്തോ. ഓ നിന്റെ കാര്യം കട്ടം പകയാ. പിന്നെ നമ്മുടെ കാര്യം ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ. പിന്നെ എന്റെ അടുത്ത് ആ വേലയൊന്നും നടക്കൂല, ഞാൻ മത്തുടായിപ്പല്ലേ. പിന്നെ ഞാൻ ചില്ലിയും മുളുസേ ഡിങ്ക ഡിങ്ക. അതെ, ഇവിടെ നിറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ റേറ്റിന് ഷെയറിങ്ങിന് വേറെ സ്ഥലമൊന്നും കിട്ടില്ല കേട്ടോ. മര്യാദക്കിരുന്ന് എല്ലാവർക്കും കൊള്ളാം. നിനക്ക് റെന്റ് കൊടുക്കണോ? നിന്റെ ആന്റിയുടെ വീടല്ലേ? പിന്നെ കുത്തി പിടിച്ച് വാങ്ങിക്കോ അവര്. നാട്ടിൽ നിന്ന് കയറിയപ്പം താൻ വീട് സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഇതുപോലൊരു ജില്ലയിലേക്കായിരിക്കും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എന്തായാലും ഇവിടെ നിന്ന് രക്ഷയില്ല. പാസ്പോർട്ട് ഒക്കെ ആന്റിയുടെ കയ്യില്ല. നിങ്ങക്ക് വേണം വേറെ സ്ഥലം നോക്കിക്കോ. എന്തിന് കൂടി വന്ന 3 മാസം അതിനുള്ളിൽ IELTS എഴുതി അങ്ങ് പോവില്ലേ കാനഡ? Yeah! Yo guys, check it out. Yeah, that's it. It's the time for show of Mr. Pillai. Oh പിള്ളച്ച, എന്റെ പിള്ളച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ച? Again. Oh പിള്ളച്ച, എന്റെ പിള്ളച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ച? How man? പണ്ട് പിള്ളച്ചൻ കുടിക്കണ പട്ടച്ചാരായം, ഇന്ന് പിള്ളച്ചൻ കുടിക്കണ വിസ്കിയും ബ്രാൻഡിയും. Come on. ഓ പിള്ളച്ച, എന്റെ പിള്ളച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ച? Man, you're unbelievable. This is Pillachan, he's wonderful. Got a lot of money, just beautiful. This Pillachan means share of love. Yo bro, live like Pillachan. പണ്ട് പിള്ളേച്ചൻ വലിക്കണ കാജാ ബീഡി, ഇന്ന് പിള്ളേച്ചൻ വലിക്കണ 555. ഓ പിള്ളേച്ച, എന്റെ പിള്ളേച്ച, ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ച? പണ്ട് പിള്ളേച്ചൻ കറങ്ങണത് ഓട്ടോറിക്ഷയിൽ, ഇന്ന് പിള്ളേച്ചൻ പറക്കണത് എയ്റോപ്ലെയിനിൽ. ഓ പിള്ളേച്ച, എന്റെ പിള്ളേച്ച, ഈ
ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ Again. ഓ പിള്ളേച്ച എന്ത പിള്ളേച്ച ഈ കൺട്രോളിൽ എങ്ങനെ വന്നച്ചാ